നമ്മളെ ഇന്ന് ഒരു സ്ഥലം കാണാൻ വന്ന കേട്ടോ. സൺഫ്ലവർ വില്ലേജ് എന്ന് പറയും. ഒരുപാട് നാളത്തെ ആഗ്രഹമായിട്ടോ ഒരു സൂര്യാന്തി പാടം കാണണം എന്നുള്ള. ഇതുവരെ പോകാൻ പറ്റിയില്ല. നമ്മൾ തമിഴ്നാടും അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കാണാം. അപ്പോൾ പോകണം എപ്പോഴും വിചാരിക്കും, ഒരിക്കലും നടക്കാറില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സൂര്യാന്തി പാടം കാണാൻ വന്നേക്കുവാണ്. എവിടെയെന്ന് വെച്ചാൽ തമിഴ്നാടും ആന്ധ്രയൊന്നും അല്ല കേട്ടോ, നമ്മുടെ സ്വന്തം കൊച്ചിയിൽ, നമ്മുടെ എറണാകുളത്ത് തൃപ്പൂണിത്തുറ കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വെൽക്കം സൺഫ്ലവർ വില്ലേജ്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അമ്പലമാണെന്ന് തോന്നുന്നു, എന്തോ ഉണ്ട് ഉണ്ടോ. നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പൂക്കളൊക്കെ കാണാം കേട്ടോ. ഉണ്ടോ, ബന്ദിപ്പൂക്കളാണെന്ന് തോന്നുന്നു അവിടെ, എന്തൊക്കെയോ ഉണ്ട്. നല്ല സ്ഥലമാണല്ലോ. അതെ, ആട്ടുമ്പൊക്കെ പോണ്. ഇവിടെ ആടുകളൊക്കെ ഉണ്ട്. ഇടിക്കുമോ? അത് ഇടിക്കുമോ? ഇവിടെ നോക്ക്, നിന്റെ ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ നോക്കുന്നുണ്ട്. ഇതിന്റെ കുഞ്ഞാണോ അവിടെ നിൽക്കുന്ന? അവിടെ നിൽക്കുന്ന ഇതിന്റെ കുഞ്ഞാണോ? അല്ല, ഇന്നെ പോലെ തന്നെ ഇരിക്കുന്ന. അതാണ്. ഓ, അപ്പം നമ്മൾ സൺഫ്ലവർ കാണാൻ പോകാം കേട്ടോ. അതിൻ്റെ അങ്ങോട്ട് ഇവിടെ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്, വിൽപ്പന ഉണ്ടെന്നോ കേട്ടോ. അവിടെ സ്റ്റോളൊക്കെ കാണുന്നുണ്ട്. ഇതാട്ടോ നമ്മുടെ സൂര്യാന്തി പാടം. നമുക്ക് എൻട്രി ഫീ ഉണ്ട് കേട്ടോ, 20 രൂപ. ഇവിടെ പച്ചക്കറിയൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റോളുണ്ട്. വെള്ളരിക്ക, മത്തങ്ങ, വാട്ടർമെലൺ, മറ്റേ സംഭവമൊക്കെ ഉണ്ട്. ഒരു മഞ്ഞ കളറ് ഇതില്ല, വെള്ളരി. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ സൂര്യാന്തി പാടം. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കണം അല്ലേ? അതാണ് കിഴക്കെന്ന് തോന്നുന്നു. സൂര്യനെ ഫേസ് ചെയ്ത് നിൽക്കുന്നു. പൂവൊക്കെ അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ഒരു വേണ്ട. അയ്യോ, എന്ത് രസം. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സൺഫ്ലവർ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ സൂര്യാന്തി പൂ അടുത്ത് കാണുന്ന. പൂ കുറവാണെന്ന് തോന്നുന്നു, കുറേയൊക്കെ വാടിപ്പോയിട്ടുണ്ട്. ഈ സൈഡിൽ ബന്ദിപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിൽ പൂ കുറവാ.
ഇവിടൊക്കെ ജമന്തിപ്പൂവുണ്ട്. ഇത് കിഴക്കോശാണോ? ഇതാണോ കിഴക്ക്? അതല്ല, ഈ പൂവൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞല്ലേ നിൽക്കണം. ഒരു കുട്ടി അമ്പലം ഇതുണ്ടോ? അവിടെ നല്ല രസമുണ്ട് കാണാൻ. ചെറിയൊരു ഗോപുരം പോലെ. ഇത് നല്ലൊരു പൂവ്. ഇവിടെ നമുക്ക് ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാൻ. നല്ല വെയിലുണ്ട്. പൊള്ളുവാ. മണി 4 കഴിഞ്ഞ്, എന്നിട്ട് എന്തൊരു വെയില. തേനീച്ച കണ്ടോ തേൻ കുടിക്കുന്നു. നല്ല പൊരി വെയിലാട്ടോ, ഒരു രക്ഷയില്ല. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. നമ്മളിവിടെ കണ്ടിട്ടോ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എടുത്ത് പോവാന്ന് വിചാരിക്കുക. ഭയങ്കര വെയിൽ, നിൽക്കാൻ പറ്റില്ല. ഇത്രേ ഉള്ളൂ. ആൾക്കാരിൻ്റെ ഇടയിലൊക്കെ കയറണ്ട, അതുകൊണ്ട് കുറേയൊക്കെ ഒടിഞ്ഞൊക്കെ കിടക്കണം. പിള്ളേർ വീഡിയോ എടുക്കണ ചിരിക്കും.
അയ്യോ വലിയൊരു പൂ, അത് കൊഴിഞ്ഞ്. ചില പൂവൊക്കെ ഭയങ്കര വലുതാ. പക്ഷെ വാടി കിടക്കുക. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ സൈഡിൽ നല്ല വെയിലായിരുന്നു, ഈ സൈഡിലേക്ക് വെയിൽ കുറവ്. പക്ഷെ ഇവിടെ പൂവില്ല, ഇവിടെ പൂവൊക്കെ കുറവാണ്ട, ഒരെണ്ണമൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട്. ഇതാണ് ഫുള്ള് പാടം കണ്ടോ. നമ്മൾ തണ്ണിമത്തൻ ജ്യൂസൊക്കെ കുടിച്ചിട്ടാ, പൊട്ട് വെള്ളരിയും തണ്ണിമത്തനും കൂടെ 20 രൂപ. നല്ല ആശ്വാസമുണ്ട്. ഈ മനു എന്ന് പറഞ്ഞ ഒരാളെ നടത്തണേ. ഞാൻ ആദ്യം വിചാരിച്ചേ ഗവൺമെൻറ്റിൻ്റെ ആണോ അല്ലെങ്കിൽ കുടുംബശ്രീ അങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചത്. അപ്പോൾ അവർ പറയണത് മനു എന്ന് പറഞ്ഞ ഒരാളാന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഉള്ള ഒരാളാണ്, കണ്ടനാട് ഉള്ള ഒരാളാണെന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ സിനിമാടൻ ശ്രീനിവാസനാണ് ഇതിൻ്റെ ആശയം കൊടുത്തതെന്നൊക്കെ പറയുന്നു. ആളുടെ വീട് ഇവിടെ അടുത്താട്ടോ. അപ്പുറത്തെ സൈഡിലാണ് ആളുടെ വീട്. ഇവിടെ ഒരു മതിലുണ്ട്, ആ മതിലുണ്ട്. അവിടെ വാഴക്കൂട്ടം കണ്ട, അവിടെയാന്ന് തോന്നുന്നു ആളുടെ. ഇവിടെ ട്രാക്ടറൊക്കെ ഉണ്ട്. ട്രാക്ടർ കയറ്റി വെച്ചാണ്. രണ്ടട പോകുന്ന നോക്കിക്കാൻ. അതെ ഇത് നോക്കിക്കേ, ഇതെന്താ സംഭവം? കുമ്പളങ്ങ പോലെ ഉണ്ട്, പക്ഷെ മത്തങ്ങയാണോ അത്? ആ മത്തങ്ങയല്ല അത്, ചിരക്കല്ല, പടവലങ്ങ ഉണ്ടോ? ഇത് മൊത്തം പടവലങ്ങ, ഇഷ്ടം പോലെ ഉണ്ട്. അത് മത്തങ്ങയല്ല, കുമ്പളങ്ങയല്ല, ചിരക്കയാണ്. പച്ച കളറിൽ ഉണ്ട പോലെ കിടക്കുന്നു. ഇവിടെ മൊത്തം പടവലങ്ങയുണ്ടോ. ഇതാണ് വെണ്ട കൃഷി. നല്ല മഴക്കാറുണ്ട്. മഴയപ്പോൾ വന്നാൽ അറിയില്ല, ഞങ്ങൾ സ്കൂട്ടറിലാണ് വന്ന. എന്താ മഴക്കാറ്. അവിടെ ആരോ ഇതിൻ്റെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്, പണിക്കാരാണ്. അവരവിടെ എന്തോ കള പറിക്കണം, നടുവ് എന്തൊക്കെയോ ചെയ്യുന്നു. അയ്യോ സ്കൈ നോക്കി. എനിക്ക് തോന്നാ അതാന്ന് തോന്നുന്നു ശ്രീനിവാസൻ്റെ വീട്. അവർ പറഞ്ഞത് ഈ വാഴക്കൂട്ടത്തിൻ്റെ അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്.
വാഴക്കൂട്ടത്തിൻ്റെ അവിടെ നിൽക്കണം. അപ്പോൾ കണ്ടോ അവിടെ ഒരു ചുമന്ന ഇത് കണ്ടോ, 2 നില വീട്, ഒരു ചുമന്ന ഇത് കാണാം. അതാന്ന് തോന്നുന്നു ശ്രീനിവാസൻ്റെ വീട്. നമ്മൾ പടവലങ്ങ ഫാമിൻ്റെ അകത്ത് കയറി കേട്ടോ. അവർ പറഞ്ഞു ഇതിൻ്റെ അകത്ത് കയറി വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഇതിനകത്ത് പാവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെണ്ട കൃഷിയും പടവലങ്ങ കൃഷിയെല്ലാം കണ്ട് ഞങ്ങൾ പതുക്കെ പോവുക. മഴ വരുന്നുണ്ട്. തണ്ണിമത്തൻ എന്താ വില?